ഇന്ന് നമ്മൾ വരാൽ ഇട്ട് കൊടുത്ത ഒരു കൊമ്പഞ്ചെല്ലിനാണ് കേട്ടോ. കൊമ്പഞ്ചെല്ലിനെ വരാൽ ഇട്ട് കൊടുത്ത വശം തന്നെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കൊമ്പഞ്ചെല്ലി ആണെങ്കിൽ ഏത് സമയവും അവന്റെ 6 കാലിട്ടിട്ട് വെള്ളത്തിലിട്ട് തുഴഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കാണുമ്പോൾ വരാലിനാണെങ്കിൽ പിടിച്ച് നിൽക്കാനും പറ്റുന്നില്ല. അവനാണെങ്കിൽ ഗംഭീര അറ്റാക്കിംഗ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വരാലിന്റെ പല്ലും കൊമ്പഞ്ചെല്ലിയുടെ കൊമ്പും ആര് ജയിക്കുന്നുള്ളതാണ് നമ്മുടെ സംശയം. കൊമ്പഞ്ചെല്ലി നല്ല അനുസരണയുള്ള കൊമ്പഞ്ചെല്ലിയാണ് കേട്ടോ. എവിടെ ഇരുത്തിയോ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്, പറന്നു പോകണമെന്നില്ല കേട്ടോ എന്തായാലും. അതുകൊണ്ട് തന്നെ നമ്മൾ അവനെ സേഫ് ആയിട്ട് വരാലിന്റെ ടാങ്കിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വരാൽ എന്ത് ചെയ്യുന്നു നമുക്കൊന്ന് കാണാലോ. ടാങ്ക് ക്ലീൻ ചെയ്യാത്തോണ്ട് തന്നെ കുറെ പൊടിയും പടലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും ക്ലിയർ ആയിട്ട് കാണാനൊക്കെ പറ്റുന്നുണ്ട് കേട്ടോ. ആദ്യമൊക്കെ നമ്മൾ ഫ്ലാഷ് അടിച്ചാൽ വരാലിനൊരു മടിയായിരുന്നു കേട്ടോ. എന്ത് ഫുഡ് ഇട്ട് കൊടുത്താലും തിന്നാ. ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഫ്ലാഷ് ഓൺ ആക്കിയാലും നമ്മളിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അവനൊരു മൈൻഡും ഇല്ല. അവൻ കൊമ്പഞ്ചെല്ലിനെ പിടക്കന്നെയാണ്. കൊമ്പഞ്ചെല്ലിക്ക് വലിയ കൊമ്പുണ്ടെങ്കിൽ ആരെ ഇതുവരെ കുത്തിയതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല കേട്ടോ. കൊമ്പഞ്ചെല്ലിനെ ഇട്ട് കൊടുത്തപ്പോൾ വരാല് നല്ല അഗ്രസീവ് ആയിട്ടോ. ഇങ്ങനെയാണെങ്കിൽ കൊമ്പഞ്ചെല്ലിക്ക് 2 ഹുക്കും പിടിപ്പിച്ച് കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വരാല് ഈസി ആയിട്ട് പിടിക്കാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. വരാലിനെ മാത്രമല്ല കേട്ടോ, കടലിലെ മീനെ പിടിക്കാനും കൊമ്പഞ്ചെല്ലി ധാരാളമാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. തുടർച്ചയായിട്ടുള്ള വരാലിന്റെ അറ്റാക്കിങ്ങിന് മുന്നിലെ കൊമ്പഞ്ചെല്ലി പതറി പോകുന്നതായിട്ട് നമ്മൾ ആദ്യം കരുതിയത്. പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല കേട്ടോ. കൊമ്പഞ്ചെല്ലി തിരിച്ചു പോരാടാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. കടലിൽ പോകുമ്പോൾ വലിയ മീനൊക്കെ പെട്ട് കഴിഞ്ഞാൽ നമ്മൾ അവനെ കുറെ ഓടാൻ വിടും, എന്നിട്ട് പതുക്കെയാണ് കയറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് കേട്ടോ വരാല് ഇതിനെ അറ്റാക്ക് ചെയ്തോണ്ടിരിക്കുന്നത്. കുറെ നേരം റെസ്റ്റ് എടുത്തിട്ടൊക്കെയാണ് വരാല് പിന്നെ അറ്റാക്ക് ചെയ്തോണ്ടിരിക്കുന്നത് കേട്ടോ. കൊമ്പഞ്ചെല്ലിക്ക് വെയിറ്റ് കുറഞ്ഞ കാരണമാണെന്ന് തോന്നിട്ടോ വരാല് പിടിച്ച് വെള്ളത്തിൽ താഴ്ത്തിയിട്ടും കൊമ്പഞ്ചെല്ലി മുങ്ങി പോകണമെന്നില്ല കേട്ടോ. മേലെ കിടന്ന് കൈയും കാലിട്ട് അടിക്കുന്നുണ്ട് ഇപ്പോഴും. കൊമ്പഞ്ചെല്ലിക്ക് നല്ല ഉറപ്പുള്ള ശരീരമാണ് കേട്ടോ. നല്ല കട്ടിയായിട്ടുള്ള തോടൊക്കെ കാരണമാണ് കേട്ടോ വരാലിന് ഈസി ആയിട്ട് തിന്നാൻ പറ്റാത്തത്. പച്ചക്കാടനെ ഇട്ട് കൊടുത്താൽ പുഷ്പം പോലെ തിന്നണ വരാലാണ്. ഇപ്പൊ കൊമ്പഞ്ചെല്ലിന് ഇട്ട് കൊടുത്തപ്പോ പാടുപെടുന്നത് കാണുന്നില്ലേ. എന്തായാലും വരാല് കൊമ്പഞ്ചെല്ലിനെ വെറുതെ വിടാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് കേട്ടോ. തുടർച്ചയായിട്ടുള്ള അറ്റാക്ക് കാരണം കൊമ്പഞ്ചെല്ലി സൈഡായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഗംഭീരമായിട്ടുള്ള അറ്റാക്കിന്റെ ഇടയിലും വരാല് നമ്മളെ ഉടക്കണ്ണിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. നമ്മളാണെങ്കിൽ ഇവൻ കൊമ്പഞ്ചെല്ലിനെ തിന്നണ കാണാൻ കാത്തിരിക്കുകയാണ് കേട്ടോ. പരുന്തൊക്കെ വട്ടിട്ട് പറഞ്ഞിട്ട് അവസാനം കോഴിക്കുഞ്ഞിനെ റാഞ്ചി എടുക്കില്ല. അതുപോലെയാണ് കേട്ടോ ഈ വരാല് ടാങ്കിന് ചുറ്റും വട്ടം കറങ്ങിയിട്ടാണ് കൊമ്പഞ്ചെല്ലിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കരിപ്പിടി കുട്ടീനെ പതുങ്ങി പോയിട്ടാണ് അറ്റാക്ക് ചെയ്തിരുന്നെങ്കിലും കൊമ്പഞ്ചെല്ലിനെ ഡയറക്റ്റ് ചെയ്തിട്ട് അറ്റാക്ക് ചെയ്യുന്നതാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് വരാല് കൊമ്പഞ്ചെല്ലിനെ അറ്റാക്ക് ചെയ്യുന്നത്. കൊമ്പഞ്ചെല്ലിനെ എപ്പോഴാണ് മൊത്തത്തിൽ വിഴുങ്ങണേന്ന് നോക്കിയിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. ഇത്രയും ദിവസം നമ്മൾ കണ്ട വരാലല്ല കേട്ടോ ഇന്ന് കണ്ടോണ്ടിരിക്കുന്നത്. വരാല് ഗംഭീര അറ്റാക്കിങ് തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വെള്ളത്തിൽ മൊത്തത്തിൽ പിടിച്ച് താഴ്ത്തുകയാണ് ചെയ്യുന്നത്. പക്ഷെ എന്നിട്ടും കൊമ്പഞ്ചെല്ലിക്ക് ഒരു അനക്കം തട്ടുന്നില്ല. കുറച്ചു നേരം നോക്കി നിന്നപ്പോഴാണ് കേട്ടോ വരാലിന്റെ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് മനസ്സിലായത്. അവൻ വെള്ളത്തിൽ മുക്കിയിട്ട് അവനെ കൊല്ലാനുള്ള പരിപാടിയാണ് കേട്ടോ. കൊന്നതിന് ശേഷം തിന്നാനുള്ള പരിപാടിയാണെന്നാണ് നമുക്ക് മനസ്സിലായത്. കൊമ്പഞ്ചെല്ലി ആണെങ്കിൽ വെള്ളത്തിൽ ഏത് നേരം പൊന്തിക്കെടുക്കുക ചെയ്യണം കേട്ടോ. കൊമ്പഞ്ചെല്ലിയും വണ്ടിന്റെ ഒക്കെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മലർന്ന് വീണ് കഴിഞ്ഞാൽ അതിന് നേരെ നിൽക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ. പിന്നെ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇതിനെ ഈസി ആയിട്ട് പിടിക്കാൻ പറ്റുന്നത്. നമ്മൾ വീട്ടിൽ നട്ട് വളർത്തുന്ന തെങ്ങ്, അതുപോലെ മുള, അതുപോലുള്ള സാധനങ്ങൾക്കൊക്കെ ഓട്ടയിട്ടാണ് കേട്ടോ ഇവന്റെ പ്രധാന ഹോബി. കടന്നലിന് തെനീച്ചറിയും പോലെ മനുഷ്യന്മാരെ കുത്തിയിട്ട് നോവിക്കുക അങ്ങനെയുള്ള പരിപാടി ഒന്നും ചെയ്യാറില്ല കേട്ടോ. എന്നാലും കർഷകർക്ക് പിന്നെ ഒരു തീരാ ദുരിതം തന്നെയാണ് സമ്മാനിക്കാറുള്ളത്. മുമ്പ് നമ്മൾ ഇട്ട് കൊടുത്ത കൊമ്പഞ്ചെല്ലിയാണെങ്കിൽ കുറച്ച് വലുതായിരുന്നു. അതുകൊണ്ടാണ് വരാലിന് 6 ദിവസം എടുത്തിട്ടാണ് വരാൽ തിന്നത്. നമുക്കിപ്പോ വരാലിൽ നിന്ന് കിട്ടുന്ന പാഠം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പയ്യെ തിന്നാ പനയും തിന്നാന്നുള്ളത് തന്നെയാണ് കേട്ടോ. കാരണം അവൻ പയ്യാണ് അതിനെ മുക്കി കൊന്ന് തിന്നാൻ നോക്കണത്. വരാല് ഏത് സൈഡിലേക്ക് നീന്തിട്ട് പോയാലും കുറുക്കന്റെ കണ്ണ് കോഴിക്കോട്ടിലെന്ന പോലെ ഇവന്റെ കണ്ണ് എപ്പോഴും വണ്ടിന്റെ മേലെ തന്നെയാണ് കേട്ടോ. വണ്ടിനെ തിന്നാണ്ട് വരാലിനൊരു മനസമാധാനം ഇല്ലാത്ത പോലെയാണ് കേട്ടോ അവൻ കിടന്ന് നടക്കുന്നത്. വരാലിന്റെ കാര്യം ആലോചിക്കുമ്പോൾ നമുക്ക് സങ്കടം കിട്ടാ. തിന്നാനും പറ്റില്ല എന്ന് വെറുതെ വിടാനും പറ്റില്ല. ഒരു മനസമാധാനക്കേടായിട്ട് ഈ വണ്ട് അവന്റെ ടാങ്കിൽ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ലോങ്ങൊക്കെ യാത്ര പോകുമ്പോൾ ബസ്സിലൊക്കെ പോവില്ലേ, അപ്പൊ കണ്ടക്ടർ ബാക്കി തരാണ്ട് നമ്മളെ ടെൻഷൻ അടിപ്പിക്കില്ലേ, അതുപോലത്തെ അവസ്ഥയാണ് കേട്ടോ ഇപ്പൊ വരാലിനും. ചില സമയത്ത് എനിക്ക് വരാലിന്റെ കാര്യത്തിലേക്കുമ്പോൾ അസൂയ തോന്നിട്ടോ. കാരണം എന്നും വെറൈറ്റി ഫുഡായിട്ട് ഞാനും ഇങ്ങോട്ട് വരും. അതിന് തിന്നാൽ മാത്രം മതി. രാത്രി സമയങ്ങളിൽ ഫ്ലാഷ് അടിച്ച് വീഡിയോ എടുക്കണതിന് അവൻ ശക്തമായ എതിർപ്പുണ്ട് നമുക്ക് നന്നായിട്ട് അറിയാട്ടോ. എന്നാണ് അവ തിരിച്ചൊരു പണി തരുന്നത്. ഇത്ര നേരം കടിച്ചു കൊടുത്തിട്ടും വണ്ടിന്റെ ഒരു കാല് പോലും തിന്നാൻ വരാനും സാധിച്ചിട്ടില്ല കേട്ടോ. ഇപ്പോഴും നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും 1 2 3 4 5 6 കാലും വണ്ടിന് ഇപ്പോഴും ഉണ്ട് കേട്ടോ. പിന്നെ നമ്മളെ കൺഫ്യൂസ് ചെയ്യണ ഈ ഒഴുകി നടക്കുന്ന കാലൊന്നും ഇവന്റെ അല്ല കേട്ടോ. ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ ഇട്ടെടുത്ത പുൽച്ചാടിയുടെയും മറ്റുള്ള ജീവികളുടെയൊക്കെയാണ് കേട്ടോ. ഈ കണക്കിന് വരാലിന്ന് കിടന്ന് ഉറങ്ങില്ല എന്നാണ് കേട്ടോ എന്റെ സംശയം. നമ്മൾ ഇതാണ് നോക്കി നിന്നിട്ട് നമ്മുടെ ഉറക്കം ഒന്ന് പോകുന്ന ഒരു സംശയമുണ്ട്. ഈ കൊമ്പഞ്ചെല്ലി ഇപ്പൊ വരാലിന്റെയും നമ്മുടെ ഉറക്കം കെടുത്തുന്ന ഒരു പ്രശ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സംഭവം നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കണില്ല. പക്ഷെ ഇവനെ തിന്നണമെന്ന് കാണണം, അത്രേ ഉള്ളൂ. നമുക്ക് മത്സരങ്ങളിലൊക്കെ നമ്മൾ മനുഷ്യന്മാര് ചെയ്യില്ലേ, കൈയടിച്ചും കൂക്കി വിളിച്ചിട്ടൊക്കെ പ്രോത്സാഹനം കൊടുക്കില്ലേ, അതുപോലെ വരാലിനെ പ്രോത്സാഹിപ്പിക്കണമെന്നുണ്ട്. പക്ഷെ അത് ഇവന്റെ ശ്രദ്ധ തിരിക്കുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ അതൊന്നും ചെയ്യാൻ പോയില്ല കേട്ടോ. നമ്മുടെ മനസ്സിൽ കൂടുതലിടാണ് ചോദ്യങ്ങളാണ് കേട്ടോ. എന്ത്, എപ്പോ, എങ്ങനെ. അതിലിപ്പോ 2 ചോദ്യം ബാക്കിയാണ്. എപ്പോൾ, എങ്ങനെ, അത് മാത്രമാണ് ഇനി സംശയമുള്ളൂ. എന്താണുള്ള ചോദ്യത്തിന് കൊമ്പഞ്ചെല്ലിയാണെന്നുള്ള ഉത്തരം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ഇവനെ എപ്പോൾ, എങ്ങനെ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം തരുമോ എന്നുള്ളത് നമുക്ക് നോക്കാട്ടോ. ചില സമയത്ത് ഫുട്ബോൾ കളിയൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നില്ലേ നമുക്ക് അങ്ങ് കയറി ഗോൾ അടിച്ചാലെന്ന്, അതുപോലെ ഇവനെ നമുക്ക് ഒറ്റയടിക്ക് ഇങ്ങോട്ട് തിന്നാലോ എന്ന് തോന്നിപ്പോയിട്ടോ. ആവേശം കൂടി പോണതിന്റെ ഒരു അവസ്ഥാന്തരങ്ങളെ അവസാനം ക്ഷമ കേട്ടപ്പോൾ നമ്മൾ അവനോട് പറഞ്ഞിട്ടോ, ഒന്നെങ്കിൽ നീ വണ്ടിന് തിന്ന, അല്ലെങ്കിൽ നിന്നെ ഞങ്ങൾ ഇപ്പൊ വർത്താക്കി കേട്ടപ്പോ നമ്മളൊന്ന് തുറപ്പിച്ച് നോക്കിയിട്ട് വീണ്ടും വണ്ടിന്റെ അടുത്തേക്ക് തന്നെ പോയിട്ടോ. അവനൊരു മൈൻഡും ഇല്ലെന്നേ.